ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമുക്കിന്ന് കുറച്ച് നാളുകളായി ഞാൻ വചനം ഇപ്പോൾ പറഞ്ഞിട്ട് അതിൽ സുഖമില്ലായിരുന്നു, പനി, പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ തടസ്സങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയി ലൈവിൽ വരാൻ പറ്റിയില്ല. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ മഴക്കെടുതിയൊക്കെ ഒന്ന് ശാന്തമായ ഒരു ഒന്ന് ലെവലായി നിൽക്കുന്നു. മഴയൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന അല്ലേ അല്ലേ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തരണം ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നു മനുഷ്യരെല്ലാം. എല്ലാവർക്കും സമാധാനം സന്തോഷത്തോടെയാണെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഓണമൊക്കെ വരാൻ പോകുന്നുണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ എങ്ങനെ ഓണം ആഘോഷിക്കണം? നമ്മുടെ സഹോദരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉരുൾപൊട്ടലിലും മഴക്കെടുതിലൊക്കെ മരണമടഞ്ഞവരും കൂടൊക്കെ നഷ്ടപ്പെട്ടവരും ബന്ധുമിത്രാദികളെ സഹോദരങ്ങളെ അപ്പനും അമ്മേനെയൊക്കെ നഷ്ടപ്പെട്ടവരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഓണാഘോഷം എന്നൊന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. താല്പര്യമുള്ളവർ ആഘോഷിക്കുന്നു, ഇല്ലാത്തവർ വേണ്ടെന്ന് വയ്ക്കുന്നു. അത് പോട്ടെ, അത് ഓരോരുത്തരുടെ സൗകര്യം പോലെയൊക്കെ ചെയ്യട്ടെ. നമുക്കെല്ലാവരും ഇപ്പം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ നന്മ അതിൽ കണ്ടെത്തുക, തമ്പുരാൻ്റെ പ്രവൃത്തി, തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ, തമ്പുരാൻ നമ്മളോട് എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കർത്താവിൻ്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് ജീവിക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്ന ഓരോരോ ചിന്തയിലും ഓരോ പ്രവൃത്തിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. സങ്കീർത്തനം പറയുന്നത് പോലെ ഇന്ന് പരിത്യാക്തൻ്റെ രോദനവും പ്രത്യാശയും സങ്കീർത്തനമാണ് കേട്ടോ. സങ്കീർത്തനം 22 ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? എന്തുകൊണ്ട് നീ എന്നെ മറന്നു കളഞ്ഞു? എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലല്ലോ. ശരിയാണ്. ഞാനും അങ്ങനെയൊക്കെ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് മനസ്സിന് ഒത്തിരി വിഷമങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയല്ല, കുറച്ച് ഇങ്ങനെ മനുഷ്യരല്ലേ, പ്രശ്നങ്ങളില്ലാത്തവരില്ലല്ലോ. അപ്പോൾ എന്തേലും ഒരു ചില കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്നോട് കോപിച്ചിരിക്കുകയാണോ അപ്പാ? ഞാനിങ്ങനെ അങ്ങനെ ചോദിക്കും. നമ്മൾ മനുഷ്യർ സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ ഞാൻ ചോദിക്കും, അപ്പാ അങ്ങനെ മറന്നുപോയോ? എൻ്റെ പ്രാർത്ഥന അങ്ങ് കേട്ടില്ലേ? എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ? അതുകൊണ്ടാണോ പ്രാർത്ഥന കേൾക്കാത്തേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കും, സ്നേഹത്തോടെ ചോദിക്കും. മറുപടിയൊന്നും കിട്ടുകയില്ല. ചില സമയത്ത് അങ്ങനെ മതി എന്നായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അതല്ലല്ലോ അതിൻ്റെ രീതി. കർത്താവ് മൗനമായിരിക്കുന്നത് പോലെ തോന്നും. നമ്മൾ ചോദിച്ചതിനൊക്കെ മറുപടി പറയാൻ തമ്പുരാൻ ആരല്ലേ? നമ്മൾ ചോദിച്ചതിനൊക്കെ മറുപടി പറയുമോ തമ്പുരാൻ? പറയേണ്ടടുത്തല്ലേ പറയുള്ളൂ. നമ്മൾ മനുഷ്യ സഹജമായ ചോദ്യം ചോദിക്കുന്നു. കർത്താവിന് തീക്ഷ്ണതയുള്ള ആളല്ലേ, നമ്മളെപ്പോലെ അല്ലല്ലോ. നമ്മൾ അന്നത്തുള്ള ആവശ്യങ്ങളിലേ നമ്മൾ അന്വേഷിക്കുന്നുള്ളൂ. ഇന്നിങ്ങനെ ചെയ്താൽ നാളെ എന്ത് സംഭവിക്കുന്നത് കർത്താവിനല്ലേ അറിയുള്ളൂ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഒന്നും പറയുകയില്ല. അതാണ് തമ്പുരാൻ്റെ നീതി. അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തമ്പുരാൻ ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ വെറുതെയാ, ദൈവനെ ഉറങ്ങിയിരിക്കുക. നമ്മൾ തീർത്തും വില കുറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരിക്കലും പാടില്ലെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പാടില്ല മക്കളെ, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ആരും അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം തമ്പുരാന് എന്ത് വേണം, എവിടെ വേണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് കർത്താവിന് അറിയാലോ. അത് നമ്മളെപ്പോലെയുള്ള ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തമരകളല്ലല്ലോ, നമ്മളെപ്പോലെയുള്ളവരല്ലല്ലോ അത്. എനിക്ക് അങ്ങനെയൊക്കെ പറയാനാണ് തോന്നാറ്. ഞാനിങ്ങനെ സാധാരണ ഒരു വ്യക്തിയാണ്. എനിക്ക് പ്രത്യേകിച്ച് യോഗ്യതകളൊന്നുമില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ സാധാരണ ആൾക്കാർ പറയുന്ന രീതിയിൽ സംസാരിക്കാനും അതിനുള്ള മറുപടി പറയാനും എനിക്കിഷ്ടം. വലിയ ആഘോഷപരമായി വലിയ വാചക കസരത്ത് കാണിക്കാനൊന്നും എനിക്കറിയത്തില്ല. അതിനല്ല, വേണ്ട, എനിക്കത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് തമ്പുരാൻ കർത്താവാണെങ്കിൽ പോലും എത്ര എളിമയോടെയാണ് ഭൂമിയിൽ നടന്ന് എല്ലാ കാര്യങ്ങളും ഓരോരോ സൂക്ഷ്മതയോടെ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എത്ര താഴ്മയോടെയാണ്. അവിടെ വലിയ ആഘോഷങ്ങളോ വലിയ പദവികളൊന്നും ഇരുന്നുകൊണ്ടല്ലല്ലോ കർത്താവ് ഒന്നും നമുക്ക് ചെയ്തു തന്നത്. സാധാരണക്കാരിലും സാധാരണക്കാരും നമ്മുടെ കൂടെ നടന്നുകൊണ്ടാണ് കർത്താവ് ഓരോ നമുക്ക് ചെയ്ത്. നമ്മൾ അതുപോലെ മതി. നമ്മൾ വലിയ ആഘോഷങ്ങളിലേക്കൊന്നും പോയി പങ്കെടുത്ത് വലിയ കെട്ടിഘോഷിച്ചുള്ള ആ ഉത്സവ കച്ചവടങ്ങളൊന്നും നമുക്ക് വേണ്ട. വലിയ മാളികയിൽ ഇരുന്നു കൊണ്ടോ വലിയ പത്രാസ് കാണിച്ചുകൊണ്ട് ഞാൻ വലിയ സുവിശേഷകനാണ്, ഞാൻ വലിയ പ്രവാചകയാണ്, എനിക്കെല്ലാം അറിയാവുന്നതാണ്, ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം ഒന്നും ഇല്ല എന്നുള്ള ആ രീതിയിലുള്ള ഒരു നടപടിയോടും എനിക്ക് യോജിക്കാൻ താല്പര്യമില്ല. ഞാൻ യോജിക്കുകയുമില്ല. ഞാൻ മറുപടി നമുക്ക് അവരോടൊന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് അങ്ങോട്ട് മറുപടി പറയാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറി നടന്നോളുക.
അല്ലാണ്ട് ആരെയും ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. എന്നത് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ആ രീതിയിൽ സാവകാശം സന്തോഷത്തോടെ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണെങ്കിൽ, നമ്മുടെ ഉപദേശം അംഗീകരിക്കുന്നവരാണെങ്കിൽ നമുക്കത് പറയാം. അതിന് വിരോധമൊന്നുമില്ല. അവർക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ നമുക്കത് പ്രശ്നം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ബൈബിളിൽ തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നത്, അല്ലാതെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങൾ നാലാൾക്കാർ കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാതെ, ശരിയാണ് അവർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്ന ആ രീതിയിലാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിൽ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് നമുക്ക് ഓരോരോ സമയത്ത് ഓരോരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ചിന്തിക്കുന്നതല്ല. ചില കാര്യങ്ങളൊക്കെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. അതാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത്, അവരുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മളിൽ എല്ലാവരിലും ഉണ്ടത്. നമുക്ക് എല്ലാ മനുഷ്യരിലും ഒരു നല്ല വശമുണ്ട്. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇടപെടലൊക്കെ ഉണ്ട്. അത് ഇന്നവർക്കാണ് ഇത് ഇന്നവർക്ക് മാറ്റി വെച്ചതാണ്, അത് എനിക്കുള്ളതല്ല എന്നുള്ള ചിന്താഗതി വേണ്ട. അത് ആർക്കും അങ്ങനെ ദൈവം ആരെയും മാറ്റി. കാരണം എന്താ, കർത്താവ് എല്ലാവരുടെയും ദൈവമല്ലേ. അത് ഇന്നവർക്ക് മാത്രം, ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്നതും നമ്മുടെ മനസ്സിൽ തോന്നുന്നതും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതുമായ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിയാൽ നമ്മളത് ഷെയർ ചെയ്യാൻ പറ്റിയതാണ്, ചെയ്യണം. എനിക്കത് ശരിയായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു നന്മ ചെയ്യാൻ പറ്റിയാൽ നമുക്കത് ചെയ്യാൻ സാധിക്കണം. പക്ഷെ നന്മ ചെയ്താൽ അത് തിന്മയായിട്ട് വരുന്ന കാലമാണിപ്പോൾ. ഞാൻ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുക. നല്ലൊരു കാര്യം ചെയ്തു, അതെനിക്ക് മോശമായിട്ട് വന്നു ഭവിച്ചു. അപ്പോൾ അത് പോട്ടെ. അങ്ങനെ എല്ലാവരും നോക്കി കണ്ടൊക്കെ നിന്ന് ചെയ്താൽ മതി. അർഹതയുള്ളവർക്കാണെങ്കിൽ മാത്രം അത് പങ്കുവച്ചാൽ മതി. അർഹതയില്ലാത്തവർക്ക് അത് വേണ്ടാന്ന് വെക്കുക തന്നെ ചെയ്യണം. അതിൽ ദൈവകോപം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ദൈവം ഒരിക്കലും നമ്മുടെ കോപിക്കുകയില്ല. ദൈവത്തിനറിയാം, അർഹതപ്പെട്ടവർ കൈനീട്ടി വാങ്ങട്ടെ, അർഹതയില്ലാത്തവർ കൈനീട്ടാതിരിക്കുക, ചോദിക്കാതിരിക്കുക. നമ്മൾ മേടിക്കുമ്പോൾ ഒരു സ്വഭാവം, കൊടുക്കുമ്പോൾ ഒരു സ്വഭാവമല്ല വേണ്ടത്. നമ്മുടെ ആവശ്യത്തിനൊക്കെ തന്നതാണല്ലോ, നമ്മുടെ ആവശ്യം നമുക്കത് കിട്ടിയതാണല്ലോ. നമ്മൾ അവരെ മറക്കാൻ പാടില്ല, അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ അതിൻ്റെ പേരിൽ ചീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ സ്വയമേ മനസ്സിലാക്കണം. അത് എല്ലാവരിലും ഉണ്ട്, നല്ല വശവും മോശം വശവും. നമ്മൾ ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് ഇടപെടുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ആൾക്കാർ ഏത് തരത്തിൽപ്പെട്ടവരാണെന്ന്. മനുഷ്യരാണ് ഏറ്റവും മോശം. അവർക്കെല്ലാം അറിയാമെങ്കിലും അവഗണിക്കാനും നിന്ദിക്കാനും അവരൊന്നിനും ഒരു കുറവും കാണിക്കാറില്ല. അങ്ങനൊന്നും ചെയ്യരുത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴും ആ ദൈവസന്നിധിയിൽ അത് എത്ര ശരിയാണെന്നോ, അത് സ്വീകാര്യമാണെന്നോ, തമ്പുരാൻ കർത്താവ് നാളെ നമ്മളെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്താൻ വരുത്തരുന്നുള്ള ചിന്ത. ദൈവത്തെ ഭയന്നാൽ നമ്മുടെ കാര്യം, എല്ലാവരുടെ കാര്യം ഓക്കെയാണ്, അവർ നല്ലത് ചെയ്തോളും. ദൈവത്തെ ഭയമില്ലാതെ വരുമ്പോഴാണ് എന്ത് തോന്നിയസം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. പരസ്പരം ബഹുമാനിക്കണം. ആരിലും ചെറിയവരല്ല, എന്നാൽ ആരിലും വലിയവരുമല്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കാനും കുറ്റപ്പെടുത്തലുകളോ കുറവുകളൊക്കെ മാറ്റി നിർത്തി നന്നായി ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ 100% കുറഞ്ഞു കിട്ടും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോയാൽ തന്നെ തീരുമാനിച്ചാൽ അതിന്നും പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ വിഷയം എന്ന് തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് മറുപടി പറയുന്നില്ല എന്നുള്ളതല്ലേ. അതിൻ്റെ സാരാംശം നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം എന്നോടാണെങ്കിൽ പോലും ഒരാൾ വന്നൊരു കാര്യം പറയുന്നത്, അത് പറയുന്ന ആൾക്ക് അവരുടെ ആവശ്യങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടുകൊണ്ടായിരിക്കും അത് പറയുന്നത്. നമ്മൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും അതിൽ നമ്മൾ പ്രതികരിക്കണോ വേണ്ടിയോ എന്ന്. പ്രതികരിക്കേണ്ടാത്തൊരു കാര്യമാണ് നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കുകയില്ല, മറുപടി പറയുകയില്ല. അത് വേണ്ട എന്ന് തോന്നുന്നത് കൊണ്ടാണ്. നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാനും നമുക്ക് കഴിയുമ്പോൾ നമുക്കതിന് ഏത് രീതിയിൽ മറുപടി പറയണം, അല്ലാതെ മറുപടി പറയേണ്ടാത്ത കേസ് കെട്ടുകളാണോ എന്ന് നമ്മൾ സ്വയമേ ഒന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ അവരോട് പറയാൻ വിട്ടുകളാം. അത് പ്രശ്നമാക്കേണ്ടതില്ല, സാരമില്ല, പോട്ടെ എന്നൊക്കെ നമ്മളങ്ങ് പറഞ്ഞു വിടും. അതെന്തുകൊണ്ടാണെന്നറിയാവോ? ആ വിഷയം അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് കർത്താവ് അതുപോലെ തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം തരാൻ പറ്റില്ല കർത്താവിന്. കഴിവില്ലാഞ്ഞിട്ടല്ല, അത് വേണ്ടാത്തത് കൊണ്ടാണ്. അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് കർത്താവ് അങ്ങനെ ചെയ്യുന്നത്. അതിന് നമ്മൾ കർത്താവിനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ അത് ശരിയായിരുന്നു എന്ന്. അത് ആദ്യമേ ശരിയാണെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ് കർത്താവിനെ മറുപടി പറയാത്തത്. മനസ്സിലായില്ലേ? അതിന് കർത്താവിനെ കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെക്കൊണ്ട് അതിനെ അറിയുള്ളൂ. നമ്മൾ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറ്റം പറയും.
ഏ നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുകയുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പറയും, ആ ദൈവമില്ല, ആരുമില്ല, പ്രാർത്ഥിച്ചാലും കേൾക്കുകയില്ല, ഉപവാസിച്ച് പ്രാർത്ഥിച്ചാലും കേൾക്കുകയില്ല, കണ്ണീരോടെ യാചിച്ചാലും കേൾക്കുകയില്ല, നേർച്ച നേർന്നാലും കേൾക്കുകയില്ല, പള്ളിയിൽ പോയി നമ്മൾ പുണ്യാളന്മാരോടൊക്കെ പിന്നെ ഒന്ന് യാചിച്ചാലും കേൾക്കുകയില്ല, നൊവേന ചൊല്ലിയാലും കേൾക്കുകയില്ല, കൊന്ത ചൊല്ലിയാലും കേൾക്കുകയില്ല. ദൈവമൊന്നും ഇല്ലെന്നേ. ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. നമ്മൾ ഇത്രയൊക്കെ യാചിച്ചിട്ടും ഇത്രയോളം കരഞ്ഞു പറഞ്ഞിട്ടും കേട്ടില്ലല്ലോ. കേൾക്കാതിരിക്കാൻ എന്നെ കർത്താവ് ഉറങ്ങിയിരിക്കുകയാണോ? ഇതല്ലേ ഞാൻ പറഞ്ഞു, ശരിയല്ലേ? ഇതാ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മനുഷ്യരങ്ങനെയാ. അങ്ങനെ ആവരുത്. അത് തെറ്റായതുകൊണ്ടാന്നേ. നമ്മളെ കാഴ്ചപ്പാടല്ല അത് കർത്താവിനെന്ന് നമ്മൾ സ്വയം ഏതറിയും. അതിന് നമുക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉൾവശം മനസ്സിലാവും. അപ്പോൾ എന്താ, കർത്താവ് മൗനം പാലിച്ച അർത്ഥം നമുക്ക് പിടികിട്ടിയില്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുറേയൊക്കെ നടക്കേണ്ടാത്ത കാര്യമാണെങ്കിൽ അതാണ് അതിൻ്റെ ശരിയെന്നോർത്ത് നമ്മളത് വിട്ട് കളഞ്ഞ് സമാധാനത്തിൽ നമ്മൾ ആ വിഷയം അവസാനിപ്പിച്ച് കളഞ്ഞാൽ അതിൻ്റെ ഉള്ള ഉത്തരവ് തന്നെയാണ്. പിടിച്ച് മേടിക്കാൻ നോക്കരുത്. നമുക്കുള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾ മേടിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പിടിച്ച് മേടിച്ച് യാചിച്ച് മേടിച്ചും തല്ലി മേടിച്ചതും കൊന്നു മേടിച്ചതൊക്കെ നമുക്കുള്ളതല്ല. അത് നിലനിൽക്കുകയില്ല. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതല്ലേ? എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് ഓരോരോ കാര്യങ്ങളിൽ. അപ്പോൾ അതൊക്കെ നടന്നില്ല എന്നുള്ള ഒരു സ്ഥലം വിൽപ്പനയ്ക്കാണെന്ന് വെച്ചോ. അത് പ്രാർത്ഥിച്ചിട്ടും കേൾക്കുന്നില്ല. എവിടെയെല്ലാം പോയി പള്ളിയിൽ നേർച്ചല വെച്ച് ധ്യാനം കൂടി ഉപവസിച്ചു, നമ്മളെ കൊണ്ട് ചെയ്യാമെന്നെല്ലാം നമ്മൾ നടക്കുന്നില്ല എങ്കിലുണ്ടല്ലോ, അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മളാ സ്ഥലം വിറ്റാൽ നമ്മൾ അതിലും വലിയ കുഴിയിൽ പോയി വീഴും. അത് ദൈവത്തിനറിയാം. തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ വിൽപ്പന നടക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ സ്ഥലം മേടിക്കാൻ പറ്റിയെന്ന് വരികയില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മുടെ കുറച്ച് കടങ്ങളൊക്കെ വീട്ടി ബാക്കിയുള്ള പൈസ കൊണ്ട് സ്ഥലം മേടിക്കാമെന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കാത്തതുപോലെ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ചിലപ്പോൾ ആ സ്ഥലം കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു പോയുള്ള അവസ്ഥ ഭയങ്കര ദയനീയമല്ലേ? അതിലും ഭേദം കുറച്ച് കടം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട്. വാടക വീട്ടിലൊക്കെ കിടന്നുള്ള അവസ്ഥ ഭയങ്കര ദയനീയമല്ലേ? വാടക കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയും. അതിലും ഭേദം നമ്മുടെ സ്ഥലം കച്ചവടം ആയില്ലെങ്കിലും വേണ്ടില്ല, സ്വന്തം വീട്ടിൽ കിടക്കത്തില്ലേ അല്ലേ? ചില ലോണിന് അപേക്ഷിച്ച് ലോണ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മാനേജരെയും കുറ്റം പറയും, ജാമ്യക്കാരെയും കുറ്റം പറയും. എതിരായിട്ട് പറഞ്ഞ ആരെയുണ്ട് അവരൊക്കെ നമ്മൾ കുറ്റം പറയും. ലോണ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ നടന്നില്ലെന്നല്ലേ വരുള്ളൂ. മാസം അങ്ങോട്ട് എണ്ണിക്കൊണ്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യും? പക്ഷെ പണിയോ കൂലിയോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിലോ, ഈ ലോണ് കിട്ടാത്തതായിരുന്നു നല്ലതെന്ന് നമുക്ക് അന്നേരം തോന്നുമല്ലോ. അതാണ് ശരി. ആ ലോണ് കിട്ടിയായിരുന്നു ഞാൻ എങ്ങനെ അടയ്ക്കുമായിരുന്നു. പൈസ ഇന്നലെ നാളെ കൈ മറിഞ്ഞങ്ങ് പോകും. എത്ര ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ വന്നാലും ഒരു നിമിഷം കൊണ്ട് അതങ്ങ് തീർന്നു പോകും. പിന്നെ അത് അടച്ച് തീർക്കണമെങ്കിൽ എത്ര വർഷം വേണം? അപ്പോൾ ലോണ് കിട്ടാതിരുന്ന അന്നാ കുറ്റം പറഞ്ഞ മാനേജരും ജാമ്യക്കാരോ നമ്മുടെ ഈട് വെക്കാൻ ആരെങ്കിലും സഹായം ആവശ്യപ്പെട്ടവരോ ഒക്കെ പ്രശ്നക്കാരാ. ആ കുറ്റം പറഞ്ഞവർക്ക് പിന്നെ നന്ദി പറയാൻ തോന്നും നമുക്ക്. ഇതൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണേ. ചില കല്യാണങ്ങളാണെങ്കിലും അതെ, ചില മക്കളുടെ കല്യാണ ആലോചന മാറിപ്പോകുമ്പോൾ നമ്മൾ പറയും, അത് അവൻ പാരവച്ചിട്ടാ, അല്ലെങ്കിൽ അവൻ പാരവച്ചിട്ടാ, അല്ലെങ്കിൽ അവൻ അത്ര സ്ത്രീധനം ചോദിച്ചിട്ടാ, അല്ലെങ്കിൽ നമുക്ക് അത്ര ശേഷി കൊടുക്കാനില്ലായിട്ടാ. പക്ഷെ മാറിപ്പോയതാണെങ്കിൽ അത് പോകണം, നമുക്കുള്ളതല്ലത്. മാറിപ്പോയെങ്കിൽ അത് നല്ല കാര്യമെന്ന് വിചാരിക്കണം. വലിയ ആപത്തൊക്കെ ഒഴിഞ്ഞു പോയെന്ന് കരുതിയാൽ മതി. അപ്പോൾ ആ ദൈവത്തെ ആരും കുറ്റപ്പെടുത്തൊന്നും വേണ്ട. ശരിയാണോ ഞാൻ പറയുന്നത്? ചിലവരുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ? ഇല്ലേ? ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് കയറേണ്ട പെണ്ണോ ആയിരിക്കില്ല അത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് കയറേണ്ട ചെറുക്കനായിരിക്കില്ല, അവർക്കുള്ളത് വേറെ എവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട കേട്ടോ. കർത്താവിനെ ഒട്ടും കുറ്റപ്പെടുത്തണ്ട. അതൊക്കെ ദൈവം തന്നെ മാറ്റി വിടുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇതിലും വലിയൊരു ആപത്തോ പ്രശ്നങ്ങളൊക്കെ വരാനിരിക്കുവാണെങ്കിൽ അതൊക്കെ ഇങ്ങനെയൊക്കെ ഈ ഒരു ബന്ധത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ ഒരു കച്ചവടത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ ഒരു ലോണിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ വരാനിരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറിപ്പോയാൽ അത് സന്തോഷിക്കണം. അത് നമ്മുടെ ആപത്ത് നമ്മളിൽ നിന്ന് ഒഴിവായി പോകുന്നതാ. അനർത്ഥങ്ങളൊക്കെ ഒഴിവായി പോകുന്നതാ. അത് ദൈവം തന്നെ മാറ്റി വിടുന്നതാ. ദൈവം സഹായിച്ചില്ല എന്നല്ല, അങ്ങനെയൊക്കെ ദൈവം നമ്മളെ സഹായിക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാവരും അതൊക്കെ അറിഞ്ഞിരുന്ന് വേണം മുന്നോട്ട് പോകാനും പ്രവർത്തിക്കാനും. പിന്നെ അപ്പം നമ്മൾ വചനങ്ങളൊക്കെ വായിക്കാം. നമുക്കിന്ന് വചനം വായിക്കാം.
ഞാൻ സങ്കീർത്തനം വായിക്കട്ടെ. ഇന്ന് ഞാൻ രാവിലെ അല്ല, ഇന്ന് വൈകുന്നേരമാണ് ഞാൻ ഇന്ന് ലൈവിൽ വന്ന് വചനമായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് ടോർച്ചുണ്ട് കയ്യിൽ, അക്ഷരങ്ങളൊക്കെ തെളിഞ്ഞ് കണ്ടില്ലെങ്കിലോ. പരിത്യാക്തൻ്റെ രോദനവും പ്രത്യാശയും. സങ്കീർത്തനം 22, 1 മുതൽ 8 വരെയുള്ള വചനം വായിക്കാം കേട്ടോ. എനിക്ക് സങ്കീർത്തനം വായിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. നമുക്കിന്ന് വായിക്കാം സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ആണ്ടേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഞാനിത് ലേശം വായിച്ചായിരുന്നു. ഉപേക്ഷിച്ചെന്ന് വയ്ക്കുന്നത്. കർത്താവ് ഒരിക്കലും ആരും ഉപേക്ഷിക്കുകയില്ല. നമ്മളെ കർത്താവിനെ ഉപേക്ഷിക്കുകയുള്ളൂ, ഈ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ്. എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ച് അപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ശരിയല്ലേ? ആശ്വാസം ലഭിക്കുന്നില്ല, കർത്താവ് കേൾക്കുന്നില്ല, കർത്താവ് മറുപടി പറയുന്നില്ല. നമ്മൾ എന്ത് മനുഷ്യരല്ലേ നമ്മൾ, അല്ലേ? കർത്താവ് കേൾക്കാതിരിക്കുമോ? കർത്താവ് ഉത്തരം പറയാതിരിക്കുമോ? പറയേണ്ടടുത്തല്ലേ പറയുള്ളൂ. എല്ലാത്തടത്തും കർത്താവ് ഉത്തരം പറയൂ? ഇല്ലല്ലോ. കേൾക്കുന്നില്ല, രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപേക്ഷനായിരിക്കുന്നവനെ, അവിടുന്ന് പരിത്യാക്തനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു. അവർ അങ്ങയിൽ ശരണം വെച്ചു. അങ്ങ് അവരെ മോചിപ്പിച്ചു. അവർ ക്ഷമയോടെ സഹനശക്തിയോടെ കർത്താവിൽ പൂർണ്ണമായി ആശ്വസിച്ചു ശരണം വെച്ച് പ്രാർത്ഥിച്ചു. അവരവിടുന്ന് മോചിപ്പിച്ചു. നമ്മളെ മോചിപ്പിക്കും, നമ്മളെ രക്ഷിക്കും. കുറേ പണം കൊണ്ട് കയ്യിൽ തരുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം വിറ്റ് കാശ് നമ്മുടെ കൊണ്ട് തരുന്നതോ, കുറേ ലോൺ എടുത്ത് തരുന്നതോ, കുറേ എന്തായാലും നമ്മുടെ വീട്ടുകാര്യങ്ങൾ നടത്തി തരുന്നൊന്നും അല്ല കർത്താവിൻ്റെ പ്രവൃത്തി. അതൊക്കെ നമ്മൾ സ്വന്തമേ ചെയ്തുകൊള്ളണം കേട്ടോ. അതൊക്കെ ചെയ്ത് തരുന്നില്ല എന്നോർത്ത് കർത്താവ് നമ്മളെ ഉപേക്ഷിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. അവരെ മോചിപ്പിച്ചു. അങ്ങയോട് അവർ നിലവിളിച്ച് അപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. കണ്ടോ, രക്ഷപ്പെട്ടല്ലോ, രക്ഷപ്പെടാതിരുന്നിട്ടില്ലല്ലോ. അങ്ങയെ അവർ ആശ്രയിച്ചു, അവർ ഭക്തനശരായില്ല. എന്നാൽ ഞാൻ മനുഷ്യനല്ല, കൃമിയത്രേ. മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹാസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. എനിക്കിത് വെറുതെ വിഷമമൊന്നും തോന്നിയില്ല, ഒട്ടും സങ്കടം തോന്നിയില്ല. എന്താണെന്നറിയാവോ? നമ്മൾ കർത്താവിനെ അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ പരിഹാസിച്ചാൽ ആ പരിഹാസം കർത്താവ് കേട്ടു, കർത്താവ് അത് കണ്ടു, അതിനുള്ള പ്രതിഫലം കർത്താവ് കൊടുക്കും. നമ്മളെ പരിഹാസിക്കുന്നവരെ കർത്താവ് സന്തോഷത്തോടെയൊന്നും വിട്ടയക്കൊന്നുമില്ല. അതിനുള്ള കൂലി കർത്താവ് കൊടുക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ പരിഗണനയിലായിരിക്കണം നമ്മൾ നിന്ദിച്ചാൽ ആ നിന്ദനം കർത്താവിൻ്റെ മേലെ വീണു. ആ വീഴ്ചയ്ക്ക് കർത്താവ് ഉത്തരം മറുപടി കൊടുക്കും. നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യം അത്. എനിക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. എന്നെയൊക്കെ പരിഹാസിക്കുകയും അവമാനിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലരും. പക്ഷെ അവരുടെ വീഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു കോട്ടവും വിഷമങ്ങളും ഒന്നും തട്ടിയില്ല. അവരെന്നെ പരിഹാസിക്കുമ്പോൾ നിന്ദിക്കുമ്പോഴും തള്ളി പറയുമ്പോഴൊക്കെ എനിക്ക് വിഷമം തട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ വിഷമവും തട്ടിയത് എൻ്റെ കർത്താവിനാണ്. അതിനുള്ള മറുപടി കിട്ടുകയും ചെയ്തു അവർക്ക്. അതെൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു. ദുഷ്ടൻ്റെ വീഴ്ചയും അവൻ്റെ പതനമൊക്കെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാണ്. അതാ പറഞ്ഞത്. ഇതാ വചനത്തിലും അത് തന്നെ പറഞ്ഞു, പിതാക്കന്മാർ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവരവിടുന്ന് രക്ഷപ്പെട്ടു എന്ന്. രക്ഷപ്പെടുത്തും, കർത്താവാണ് വലിയവൻ. അവനെ കൊണ്ട് സാധിക്കാത്തയോ ഒന്നുമില്ല. അവൻ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. നമ്മൾ മനുഷ്യരുടെ നിന്ദനത്തെയോ അവരുടെ പരിഹാസത്തെയോ പേടിക്കുകയേ വേണ്ട. അവരുടെ മുമ്പിൽ കർത്താവ് നമ്മളെ ഉയർത്തി നിർത്തും, നമ്മളെ താഴ്ത്തി കളയുകയില്ല. എവിടെയെങ്കിലും കർത്താവിനെ ആശ്രയിച്ചവർ വീണ് പോയിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. അവൻ വലിയവനാ, അവൻ ആരും തള്ളിക്കളയാൻ പറ്റില്ല. എനിക്കൊക്കെ അതിൽ ഭയങ്കര ഉറച്ച വിശ്വാസം, എനിക്ക് അനുഭവമാണ്. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല, ഒന്നിനൊരു കുറവും വരുത്തിയിട്ടുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തെ ആശ്രയിക്കണം, ദൈവവചനത്തിൽ ആശ്രയിക്കണം. എന്ത് വിഷമങ്ങൾ വന്നാലും പിറുപിറുക്കാതെ
എനിക്കൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട് ഭയങ്കരമായിട്ട്. ഭയങ്കരമായ ദേഷ്യമൊക്കെ എനിക്കും വരാറുണ്ട്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ തിരുത്തുകയും ചെയ്യും. ദേഷ്യത്തിൻ്റെ മറുപടിയായിട്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കുകയും യാചിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ മനുഷ്യരല്ലേ, വീണും പെട്ടെന്ന് വീഴും. നമ്മൾ ഇടറി വീഴാതിരിക്കാനാ കർത്താവ് പ്രത്യേകം പറയാറില്ലേ, ഇടറി വീഴരുതെന്ന്. ഇടറി വീഴുവാൻ ഇടം തരല്ലേ നീ യേശുനായക, ഇല്ലേ പാട്ട്? അങ്ങനെയൊക്കെയാണ്. എനിക്ക് പിന്നെ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് എന്നും കഷ്ടതയുണ്ട്. കർത്താവ് കഷ്ടതയിലൂടെ കടന്നു പോയതാണ് ദൈവമല്ലേ. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒത്തിരി കഷ്ടതകളുണ്ടാവും, ഒത്തിരി കഷ്ടതയുണ്ടാവും. പിശാചിന് ഏതെല്ലാം തരത്തിൽ നമ്മൾ പ്രകാരിക്കാമോ അതെല്ലാം അവൻ ചെയ്യും. അതിന് അവന് അസൂയം കുശുമ്പോൾ കർത്താവിൻ്റെ ശ്രദ്ധയിലാണ് നമ്മളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ താലങ്കം വിലങ്ങും നമുക്കിട്ട് തരും. വേണമെന്ന രീതിയിൽ എവിടെല്ലാം അവൻ നമുക്കിട്ട് വേല വെക്കാമോ അതെല്ലാം അവൻ ചെയ്യും. ഒരു തരത്തിലെങ്കിൽ ഒരു തരത്തിൽ അവനെ സൂത്രശാലിയും ബുദ്ധിശാലിയുമാണ്. നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറം അവൻ കാണുന്നവനാ. നമ്മളവിടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൻ ഒരു കാരണവശാലും അടങ്ങിയിരിക്കുകയില്ല. അവൻ വേണമെന്നത് പോലെല്ലാം അവൻ ചെയ്യും. അപ്പം നമ്മളത് കരുതിയിരുന്നാൽ നമുക്ക് പ്രശ്നമില്ല. അത് കരുതാതെ പോകുമ്പോഴാണ്, നമ്മളൊന്നും അറിയാതെ പോകുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ പിറുപിറുക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ കർത്താവിൽ തന്നെ പൂർണ്ണമായി ആശ്രയിച്ച് മറ്റു ദൈവങ്ങളൊന്നും ആശ്രയിക്കരുത് കേട്ടോ. അങ്ങനെ വന്ന പ്രശ്നമാണ്. അങ്ങനെ വന്ന കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല കേട്ടോ. അത് 100% ഉറപ്പാണ്. നിങ്ങൾ തേടി പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മേടിച്ചോ എന്ന് പറഞ്ഞ് കർത്താവ് മിണ്ടാതിരിക്കും. അതിപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മൾ പൂർണ്ണമായി ആശ്രയം വെച്ച ഒരാൾ നമ്മളെ വിട്ടിട്ട് വേറൊരാളിൽ ആശ്രയിക്കാൻ പോയാൽ നമ്മൾക്ക് അവരോട് അവഗണന ഉണ്ടാവും. എന്നാൽ പോയി വാങ്ങട്ടെ, നമ്മളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ, എന്നാൽ പോയി വാങ്ങട്ടെ, എന്നാൽ വാങ്ങിച്ചോ, ഇനി എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് നമ്മൾ പറയല്ലേ. ഞാൻ പറയും പൂർണ്ണമായി എൻ്റെ അടുത്ത് തന്നെ എന്നെ ആശ്രയിച്ചല്ല, എൻ്റെ അടുത്ത് തന്നെ സ്ഥിരമായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ, എൻ്റെ അടുത്ത് തന്നെ എനിക്ക് തന്നെ ജോലി തരുന്ന ഒരാളാണെങ്കിൽ ആൾ കുറച്ച് നാൾ നമ്മളെ പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് വേറെ ആളത്തേക്ക് നമ്മുടെ പണി വേറെ ആൾക്ക് കൊടുത്തെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അവരോട് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അവഗണനയുണ്ട്. നമ്മളെ അവഗണിച്ചാലും നമ്മളും വേണ്ടെന്നങ്ങ് വെക്കും. കർത്താവ് അതല്ലേ ചെയ്യുന്നുള്ളൂ. കർത്താവ് വേറൊന്നും ചെയ്തില്ല. എന്നിട്ടും കർത്താവ് നമ്മളെക്കാട്ട് ക്ഷമശീലനാ. നമ്മൾ താണ വീണ് യാചിച്ച് കരഞ്ഞ് കെഞ്ചി ചെല്ലുമ്പോൾ കർത്താവ് പിന്നെയും നമ്മളോട് മനസ്സരിവ് കാണിക്കും. നമ്മളതുമില്ല, നമ്മളെ കൊണ്ട് അതിനും കൊള്ളില്ല. അതാണ് നമ്മൾ മനുഷ്യർ. അപ്പം നമ്മൾ മറ്റൊന്നിലും ആശ്രയിക്കരുത്. ഏതവസ്ഥയിലും കർത്താവിൽ തന്നെ ആശ്രയിച്ചാൽ അവിടെ നമ്മൾ വിട്ടുകളയല്ലെന്നുള്ള 101% ഉറപ്പാണ്. ദൈവത്തമ്പുരാൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്. കണ്ടതിൻ്റെ ഇതിൻ്റെ എല്ലാം പുറകെ പോയിട്ട് പിന്നെ കർത്താവിനെ ആശ്രയിച്ച് കർത്താവ് കേൾക്കുന്നില്ല, കർത്താവ് തരുന്നില്ല, കർത്താവ് നോക്കുന്നില്ല, കർത്താവ് അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് 0 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. പ്രാർത്ഥന കേൾക്കുകയില്ല, അത് ഉറപ്പാണ്. കേൾക്കും, മറുപടി കിട്ടുകയില്ല, നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുകയുമില്ല. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരോട് മേടിച്ചോട്ടെ എന്നും കരുതിയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം നമ്മളത് ചെയ്യാതിരിക്കുക, നമ്മൾ തമ്പുരാനിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, മറ്റൊന്നിനും പുറകെ പോകാതെ ഇരിക്കുക. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളത് മറന്ന് മുന്നോട്ട് പോയാൽ തെന്നി വീഴും, ഇടറി വീഴും, തകർന്നു വീഴും, എഴുന്നേൽക്കാൻ പറ്റാതെ വരും. പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിക്കേണ്ടി വരും. അതിനൊന്നും ഇട കൊടുക്കാതെ നമ്മൾ ദൈവത്തിൻ്റെ നല്ല കുട്ടികളായി മുന്നോട്ട് പോകാൻ നോക്കുക. അപ്പോൾ നമ്മളെയും നമ്മുടെ ചുറ്റിപ്പറ്റിയുള്ളവരെയും നമ്മുടെ ദേശത്തെയും അവിടുന്ന് സംരക്ഷിക്കും. ഓക്കെ ആണല്ലോ നിങ്ങൾ? ശരിയല്ലേ ഞാനീ പറയുന്നത്? അല്ലാന്നുള്ളവർ എന്തെങ്കിലും മറുപടി പറയും, ഞാൻ അതിന് മറുപടി പറയാം. അല്ലാതെ നമ്മൾ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളത് കാണുന്നില്ലേ? ഓരോരു വചനത്തിൽ ഇല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇപ്പം നമ്മുടെ പൂർവ്വപിതാവ് അബ്രഹാം ബഹുജാതികളുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. ബഹുജാതികൾ, അബ്രഹാത്തിൻ്റെ സന്തതികളിൽ നിന്നും ബഹുജാതികൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഞാൻ അതിനെപ്പറ്റി ഇപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാനത് കുറച്ച് നേരം അതും കൂടെ സംസാരിക്കാം കേട്ടോ. ബഹുജാതികളുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് അബ്രഹാത്തിനെ. അപ്പോൾ ബഹുജാതികൾ എന്ന് പറയുമ്പോൾ ഏകദൈവമായ കർത്താവിൻ്റെ മക്കളല്ലാതെ, ക്രിസ്തീയ മതമല്ലാതെ, അബ്രഹാത്തിൻ്റെ കാലത്ത് ക്രിസ്തീയ മതം അല്ലല്ലോ അല്ലേ, ക്രിസ്ത്യാനികളായതിനു ശേഷമുള്ള യേശു ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷമല്ലേ ക്രിസ്ത്യാനികൾ. അപ്പം ബഹുജാതികൾ, ആ ജാതികളിൽ നിന്നാണോ? ആയിരിക്കുമല്ലോ. ഹിന്ദു, മുസ്ലിം, മുസ്ലിം അതെ, പിന്നെ ഹിന്ദു അങ്ങനെ ആകാൻ വഴിയില്ല, ഹിന്ദു പറവോൻ്റെ ആ വകുപ്പിൽപ്പെട്ടതാണല്ലേ അല്ലേ. അപ്പോൾ ബഹുജാതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം
ഈ പിന്നെ 3 കല്യാണവും കഴിച്ചു. ഉം. അപ്പൊ കർത്താവായ ദൈവം വേർതിരിച്ച് നിർത്തിയ, തിരഞ്ഞെടുത്ത് വേർതിരിച്ച് വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയാക്കി മാറ്റിയ അബ്രഹാം പിതാവ് 3 കല്യാണം കഴിച്ചിരിക്കുന്നു. അന്നത്തെ കാലത്ത് അതൊക്കെ സാധ്യമായിരുന്നു അല്ലേ? കർത്താവിൽ അബ്രഹാം പിതാവ് എന്തിനാ അങ്ങനെ ഒരു പണി കാണിച്ചത്? കർത്താവായ ദൈവത്തിന്റെ വിശ്വസ്തനായ ദാസനായിരുന്നില്ലേ? ഞാനിതൊക്കെ മനുഷ്യസഹമായ ചോദ്യം ചോദിക്കുന്ന കേട്ടോ. അബ്രഹാം പിതാവ് 3 കല്യാണം കഴിച്ചു, 3 പേരിലും മക്കളുമുണ്ട്. ഞാൻ ഇതിന് നിങ്ങൾ പറ്റുമെങ്കിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇടണം കേട്ടോ. അബ്രഹാം പിതാവ് 3 കല്യാണം കഴിച്ചു. നമ്മൾ അതിലേത് 3 ഭാര്യമാരിൽ ഏത് ഭാര്യയുടെ മക്കളാണ് നമ്മളെന്ന് പറഞ്ഞുതരാവോ? അറിയാം എല്ലാവർക്കും അല്ലേ? ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം. ഞാനിങ്ങനെ വീട്ടിൽ ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അറിയാൻ മേലത്തരമുണ്ട്, അറിയാവുന്നവരുമുണ്ട്. ഈ 3 ഭാര്യമാർ ആരൊക്കെയാണെന്നും 3 ഭാര്യമാരിൽ ഏത് ഭാര്യയുടെ മക്കളാണ് നമ്മളെന്നും മറ്റുള്ളവരൊക്കെ എവിടെയാണെന്നും ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും നിങ്ങൾക്കൊക്കെ അറിയാവോ? എത്ര പേർക്കറിയാം? പറയാ, എത്ര പേർക്കറിയാം? അറിയാൻ പറ്റുന്നവർ എനിക്ക് കമന്റ് ഇടണേ. പിന്നെ അബ്രഹാം പിതാവ് എവിടെ നിന്നാണ് വന്നെന്നും അബ്രഹാം പിതാവിൻ്റെ പേരെന്താണെന്നൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം നിങ്ങളൊക്കെ. ബൈബിളിലുണ്ടേ, എല്ലാവരും വായിക്കുന്നതാണ്. എന്നാലും അതൊക്കെ പഴയ കാലങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നതും അയവർക്കുന്നൊക്കെ നല്ലതല്ലേ? അതൊക്കെ ഒന്ന് ആ പഴയ വചനത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നതും അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവേ, നമ്മൾ വിളിക്കുന്നത് അങ്ങനെയല്ലേ? ആ ബഹുജാതിയുടെ പിതാവ് 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഭാര്യമാരുടെയൊക്കെ പേര് നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ കമൻ്റ് ഇടുക. അറിയത്തില്ലെങ്കിൽ ചോദിക്കുക. പിന്നെന്താ പറയേണ്ടത്? പിന്നെന്നാ ഞാൻ നിങ്ങളോട് പറയണ്ടേ? ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. ഇപ്പം നല്ലോണം ജാഗ്രതയോടെ കർത്താവിനെ മുറുകെ പിടിക്കുക, പ്രാർത്ഥിക്കുക, കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക, സങ്കടം പറച്ചിൽ ഒഴിവാക്കുക. നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന കർത്താവ്, വലിയവനായ ദൈവം, ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾക്ക് കർത്താവിൻ്റെ സംരക്ഷണമോ വരവോ പോക്കും നമ്മൾ അറിയുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വചനം പ്രത്യേകം വായിക്കുക, ശ്രദ്ധിക്കുക. വചനത്തിൽ നിന്നൊരു കുറവും വരുത്തരുത്. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോയാൽ അവിടെ നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് വേണ്ടത് തക്ക സമയത്ത് തരും. നമ്മളെ ഒന്നിനും മാറ്റി നിർത്തുകയില്ല, നമുക്കൊരു കുറവും ഉണ്ടാകുകയില്ല. ആരുടെ നിന്ദനത്തിനും പരിഹാസത്തിനും പാത്രമായാൽ പോലും അവർക്ക് അതിൻ്റെ തക്കതായ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. കർത്താവ് തന്നെ നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്യും. നമ്മളെ ആരുടെ മില്ലം താഴ്ത്തുകയോ താത്തി കെട്ടുകയോ ചെയ്ത് നമ്മളെ ഉയർത്തി നിർത്തുക തന്നെ ചെയ്യും. നമ്മളെ പരിഹാസിച്ചവരുടെ മുമ്പിൽ തന്നെ കർത്താവ് നമ്മളെ ഉയർത്തി നിർത്തും. അതൊന്നും മറക്കാതെ നല്ല മക്കളായി, നല്ല കുട്ടികളായി, ദൈവത്തിൻ്റെ മക്കളായി എന്നും സന്ധ്യാപ്രാർത്ഥന ആരും മുടക്കരുത്. ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. സന്ധ്യാപ്രാർത്ഥന സമയത്ത് മക്കളെല്ലാവരും വീട്ടിൽ ഒന്നിച്ച് കൂടാൻ ശ്രമിക്കണം. നമ്മളെല്ലാം ഒരു കുടുംബത്തിൽ, ഒരു കുടക്കീഴിൽ എന്നതുപോലെ ഒരു ഭവനത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. ആരും മാറി നിൽക്കുകയോ വേർപെടുത്തുകയോ ചെയ്യരുത്. ആരും കുറ്റപ്പെടുത്താനോ തള്ളിപ്പറയാനോ ഞാൻ നീ എന്നുള്ള വേർതിരിവൊക്കെ മാറ്റി കളഞ്ഞ് എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. വലിയ ഭാവമൊന്നും ആർക്കും ഉണ്ടാവരുത്. ആരും വലിയവരല്ല, തമ്പുരാൻ മാത്രമാണ് വലിയവൻ. അവൻ്റെ മുന്നേ നമ്മൾ ഒന്നുമല്ല, പുൽക്കൊടിക്ക് തുല്യം നമ്മളൊക്കെ. അത് മറന്നു പോകരുത്. വലിയവനെന്നുള്ള അഹന്തയൊക്കെ കളഞ്ഞ് നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് എന്നും സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ നല്ല ദൈവമക്കളായി നല്ല സ്നേഹത്തോടെയും സഹകരണത്തോടെയും സമാധാനത്തോടെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി നമ്മുടെ ദേശത്തൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കഴിയുന്നതും ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റിയാൽ സഹായിക്കണം. സാമ്പത്തികമായും അല്ലാതെയും എങ്ങനെ സഹായിക്കാൻ പറ്റുന്നു അതുപോലെയൊക്കെ സഹായിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ട മക്കളായി തീരാൻ ആഗ്രഹിക്കുക. ഒന്നിനും ഒരു കുറവില്ലാതെ അവിടെ താങ്ങുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ ബലമുള്ള കരത്താലാണ് നമ്മളെ താങ്ങി നിർത്തിയത്. അവിടുന്ന് ഒരിക്കലും നമ്മൾ തള്ളിക്കളയലെന്ന് ഞാൻ നിങ്ങളോട് 100% ഉറപ്പ് തരുന്നു. തമ്പുരാൻ ഒരിക്കലും വിട്ടുപോകുകയില്ല നമ്മളെ. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത്യുന്നതനാണ്, അവൻ അത്യുന്നതനാണ്. അവന് മുകളിൽ ആരുമില്ല. മനസ്സിലായില്ലേ? എല്ലാം അവന് കീഴപ്പെട്ടതാണ്. എല്ലാ ഈ പ്രപഞ്ച എല്ലാ സൃഷ്ടിയും അവന് കീഴപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പം നമ്മളും താഴ്മയോടെ നിൽക്കണം. കർത്താവിൻ്റെ സ്വന്തം മക്കളെന്ന് വിളിക്കാനുള്ള യോഗ്യത നമുക്ക് കിട്ടിയത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം.
അതുകൊണ്ട് ഇന്നത്തെ ഈ വചനം ഇവിടെ ഞാൻ പൂർത്തിയാക്കുന്നു. ദൈവമക്കളെ, എൻ്റെ പൊന്നുമക്കളെല്ലാവരും തമ്പുരാനെ അറിഞ്ഞ് ജീവിക്കാനും സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കാനും എല്ലാവരും ഒരു കുടക്കീഴിൽ എന്ന പോലെ ഇരിക്കാനും ശ്രമിക്കണം. ദൈവം നമ്മളെ കാക്കട്ടെ. ഈ വചനം കേൾക്കാൻ നിങ്ങൾക്ക് ഇടയാക്കി എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാ മഴയിൽ നിന്നും, മഴക്കെടുതിയിൽ നിന്നും, ഉരുൾപൊട്ടലിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും എല്ലാം കാത്തു പരിപാലിക്കാൻ കർത്താവായ ദൈവത്തിൻ്റെ ബലമുള്ള കരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മളെ കാത്തുകൊള്ളുമെന്ന് പ്രത്യാശയോടെ നമുക്ക് പ്രത്യാശയുണ്ട്. അവനിലേക്കുള്ള പ്രത്യാശ നമുക്കുണ്ട്. പ്രത്യാശിക്കുന്ന അവനെ നിരാശപ്പെടുത്തുന്നവനല്ല കർത്താവ്. അവൻ വലിയവനാ. അതുകൊണ്ട് സന്ധ്യാസമയത്ത് എല്ലാവരും ഒത്തുചേർന്നിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ സമയമായി. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താലും പുത്രൻ്റെ സംരക്ഷണത്താലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരത്താലും എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കാൻ നമുക്കിടയാകട്ടെ.